ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമ്മൾ തയ്യാറെടുക്കുന്ന എക്സാമിലേക്ക് വേണ്ടി നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതേപോലെ ചോദിക്കാൻ സാധ്യതയുള്ള MCQസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേസ് സെഷൻ. MCQ 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The first question is, the complete picture of data stored in a database is known as. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ നമുക്ക് അതിന്റെ ഡിഫറെന്റ് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 റെക്കോർഡ്, ഓപ്ഷൻ 2 സ്കീമ, ഓപ്ഷൻ 3 ഡേറ്റാബേസ് ആൻഡ് ലാസ്റ്റ് വൺ സിസ്റ്റം ഫ്ലോ ചാർട്ട്. The complete picture of data stored in a database. ഒരു ഡേറ്റാബേസിൽ നമുക്കറിയാം ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡേറ്റ. അങ്ങനെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഇതിപ്പോ ഒരു ഡേറ്റാബേസ് ആണെങ്കിൽ നമ്മൾ പല ടൈപ്പ് ഓഫ് ഡേറ്റയാണ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അങ്ങനെയുള്ള ആ ഡേറ്റയുടെ ഒരു കംപ്ലീറ്റ് പിക്ചർ, അതിന്റെ ഒരു ഓവറോൾ ഐഡിയ, ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ നമുക്ക് വേണമെങ്കിൽ ഡയഗ്രാം അല്ല, അതേപോലത്തെ ഒരു കംപ്ലീറ്റ് പിക്ചർ നമുക്ക് കിട്ടുന്ന ആ ഒരു കൺസെപ്റ്റിന് the complete picture of a data stored in a database is known as record, schema, database, system flow chart. What will be the answer? Schema ആണ് റൈറ്റ് ആൻസർ. നമുക്കിപ്പോ ഓരോന്നും നോക്കാം എന്താണെന്നുള്ളത്. അതായത് നമ്മുടെ ഒരു ഡേറ്റാബേസ്, നിങ്ങളെല്ലാം കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണല്ലോ അല്ലേ? അതിൽ നമുക്കറിയാം ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം അല്ലെങ്കിൽ DBMS. DBMSനെ നമുക്ക് 2-3 എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറയാമോ? ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ MS Access, SQL സെർവർ, ഒറാക്കിൾ, ഇതെല്ലാം DBMS ആണ്. അതായത് ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ. അപ്പൊ നമ്മള് ഒരു സ്കൂളിലെ ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണെങ്കിൽ ഒരു സ്കൂളിൽ നമുക്കറിയാം ഡിഫറെന്റ് സ്റ്റുഡൻസ് ഉണ്ട്, ഡിഫറെന്റ് ക്ലാസ്സസ് ഉണ്ട്, ഡിഫറെന്റ് ടീച്ചേഴ്സ് ഉണ്ട്, അവരുടെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് പണ്ടത്തെ പോലെ ഫയൽ റിട്ടൺ അല്ല, ഇതെല്ലാം നമ്മളൊരു DBMSന്റെ ഹെൽപ്പോട് കൂടി. അപ്പൊ ഈ ഒരു ടേബിൾ നമുക്ക് ഡിഫറെന്റ് ടേബിൾസ് ആക്കിയാണ് നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് എ ടേബിൾ ഫോർ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്. ഇതൊരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസിന് വേണ്ടിയുള്ള ഒരു ടേബിൾ ആണെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ എന്ത് ടേബിളിനകത്ത് എന്തൊക്കെ കണ്ടന്റ് കാണാം? സ്റ്റുഡൻസിന്റെ രജിസ്റ്റർ നമ്പറോ അല്ലെങ്കിൽ റോൾ നമ്പർ കാണാം, അവരുടെ നെയിം കാണാം, അവരുടെ ഏജ് കാണാം, അല്ലെങ്കിൽ അവരുടെ അഡ്രസ് കാണാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കാം ഈ ഒരു ടേബിളിൽ ഉള്ളത്. ഒരു ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു ടേബിളിന്റെ നമ്മൾ ഡിഫറെന്റ് വാല്യൂസ്, നമ്മൾ റോൾ നമ്പർ അല്ലെങ്കിൽ നെയിം, ഏജ്, അഡ്രസ്, ഇതെല്ലാം നമ്മളൊരു കോളം ഹെഡിങ് ആയിട്ട് നമ്മൾ കൊടുക്കും. ഇനി ഇവിടെയാണ് നമ്മൾ റോ വൈസ് ആണ് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ എത്ര സ്റ്റുഡൻസ് ഉണ്ടോ അത്രയും സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ്. ഫോർ എക്സാമ്പിൾ റോൾ നമ്പർ 1ന്റെ നെയിം, ഫോർ എക്സാമ്പിൾ A, റോൾ നമ്പർ 1ന്റെ ഏജ് 20, റോൾ നമ്പർ 1ന്റെ അഡ്രസ്, അങ്ങനെ നമ്മൾ അല്ലെങ്കിൽ റോൾ നമ്പർ 2 അയാളുടെ നെയിം B, അയാളുടെ ഏജ് 21. അങ്ങനെ നമ്മൾ ഡിഫറെന്റ് സ്റ്റുഡൻസിന്റെ എത്ര സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കോളേജിലുണ്ടോ അത്രയും സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ റോ വൈസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ ആകുമ്പോൾ നമുക്കറിയാം റോ വൈസ് വാല്യൂസ് കൊണ്ട്, റോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൊറിസോണ്ടലി, റോ വൈസ് വാല്യൂസ് കൊണ്ട് കോളം വൈസ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ വെർട്ടിക്കലി. ഇങ്ങനെയാണ് ഒരു ടേബിൾ, ഒരു ഡേറ്റാബേസിൽ ഒരു ടേബിളിൽ ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്നത്. ഇതിനകത്തെ ഓരോന്നിനെയും നമ്മൾ പറയുന്നത് ആക്ച്വലി ഡേറ്റ എന്നാണ്. കാരണം ഇതിന് പ്രത്യേകിച്ച് അർത്ഥവും കാര്യങ്ങളും ഒന്നുമില്ല. ഈ റോൾ 1, 4, 20 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചുമ്മാ ഒരു ഡേറ്റ, ഒരു റോ ഡേറ്റ അവിടെ കൊടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടാണ് ഡേറ്റ, ഈ കിടക്കുന്ന ഡേറ്റയിൽ നിന്നും, നമുക്കറിയാം നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ ഫസ്റ്റ് പഠിക്കുന്നതാണ്. നമ്മുടെ ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? റോ ഫാക്ട്സ് ആണ്. അതായത് പ്രത്യേകിച്ച് അർത്ഥവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ ആ ഡേറ്റയിൽ നിന്ന് നമുക്ക് പ്രോസസ്സിങ് ചെയ്ത്, നമ്മുടെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിങ് മെഷീൻ ആണ്, അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർസ് പ്രോസസ്സിങ് ചെയ്ത് നമുക്ക് വേണ്ട ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതേപോലെ തന്നെ ഈ കാണുന്ന ഈ ഓരോ ഡേറ്റയ്ക്കും നമുക്ക് ഓരോ പേരുകൾ കൊടുക്കാം. അതായത് ഈ നമുക്ക് റോൾ നമ്പർ,
നെയിം, ഏജ്, അഡ്രസ് ഇങ്ങനെ കൊടുക്കുന്ന കോളം ഹെഡിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്സ്, അല്ലെങ്കിൽ നമ്മൾ പറയും ഫീൽഡ് എന്ന് പറയും. ഇങ്ങനെ ഓരോ ഹെഡിങ്, നമ്പർ, നെയിം, ഏജ് അങ്ങനെയുള്ള കോളം ഹെഡിങ്ങിന് നമ്മൾ പറയുന്ന പേരാണ് ആട്രിബ്യൂട്ട്സ്. അതേപോലെ നമ്മൾ ഈ റോ വൈസ് കൊടുക്കുന്ന ഡേറ്റ, ഇപ്പൊ ഇവിടെ 20 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 20 റോ ഓഫ് ഡേറ്റയാണ് നമുക്കുള്ളത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് റെക്കോർഡ്. അപ്പം ഒരു ടേബിള്, കൺസിഡർ ദിസ് ഇസ് എ ടേബിൾ നെയിം സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ആണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ദ കംപ്ലീറ്റ് പിക്ചർ ഓഫ് ഡേറ്റ സ്റ്റോർഡ് ഇൻ എ ഡേറ്റാബേസ്. ആ ഒരു ക്വസ്റ്റ്യനിലാണ് നമ്മൾ ടേബിൾ പറഞ്ഞു, ടേബിളിന്റെ ഡിഫറെന്റ് ഫീൽഡ്സ് പറഞ്ഞു, അതിനകത്ത് റെക്കോർഡ് ഉണ്ട്, അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, റെക്കോർഡ്. ഫസ്റ്റ് ഓപ്ഷൻ റെക്കോർഡ്. ഇപ്പൊ നമുക്ക് ഞാൻ ഈ പറഞ്ഞു തന്ന ടേബിളിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയി എന്താണ് റെക്കോർഡ് എന്നുള്ളത്. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ റോ ഓഫ് ഡേറ്റ. ഈ തന്നിരിക്കുന്ന ഹൊറിസോണ്ടലി വിസിബിൾ ആയിട്ടുള്ള റോ ഓഫ് ഡേറ്റയെയാണ് നമ്മൾ റെക്കോർഡ് എന്ന് പറയുന്നത്. ഡേറ്റാബേസ്, തേർഡ് വൺ നോക്കാം, ഡേറ്റാബേസ്. ഡേറ്റാബേസ് എന്താണെന്നറിയാം, ഇങ്ങനെയുള്ള പല ടേബിൾസുകളുടെ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഡേറ്റാബേസിൽ നമുക്ക് വെറുതെ ഒരു സ്റ്റുഡന്റിന്റെ ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവില്ല. നമുക്ക് അതേപോലെ ഈ ഒരു ടേബിൾ കാണിച്ചിട്ട് ടേബിളിൽ റോ ഉണ്ട്, അതിന്റെ കോളം ഉണ്ട്, അതിന് ഉള്ളില് ഡേറ്റ ഉണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കൊരു സ്കീമാറ്റിക് ഡയഗ്രാം അല്ലെങ്കിൽ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണെങ്കിൽ നമുക്ക് എളുപ്പം മനസ്സിലാകും. അതാണ് നമ്മൾ സ്കീമ എന്നുകൊണ്ടുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് അതിന്റെ റോയോ ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ. ഇനി ഓരോന്നിനും ഓരോ ആട്രിബ്യൂട്ടിനും അതിന്റെ കുറച്ച് റെപ്രസെന്റേഷന് കാര്യങ്ങൾ അത് ഇതെല്ലാം ഉണ്ട്. അപ്പൊ നമുക്കൊരു സ്കിമാറ്റിക് റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ നമുക്കൊരു കംപ്ലീറ്റ് ഐഡിയ കിട്ടുന്ന ആ ഒരു റെപ്രസെന്റേഷന് നമ്മൾ പറയുന്ന പേരാണ് സ്കീമ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് സിസ്റ്റം ഫ്ലോ ചാർട്ട്. അപ്പൊ ഫ്ലോ ചാർട്ട് എന്താണെന്നൊക്കെ ഉള്ള കാര്യം അറിയാം. അത് നമ്മുടെ ഡേറ്റാബേസിൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത് കണക്കാക്കേണ്ട കാര്യമില്ല. നമുക്കൊരു കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി എക്സ്ട്രാ തന്നിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഡേറ്റാബേസിന്റെ കൺസെപ്റ്റിൽ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് വരുന്നത്. റെക്കോർഡ് എന്താണ്, സ്കീമ എന്താണ്, ഡേറ്റാബേസ് എന്താണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്നും ദ കംപ്ലീറ്റ് പിക്ചർ ഓഫ് ഡേറ്റ സ്റ്റോർഡ് ഇൻ എ ഡേറ്റാബേസ് ഈസ് നോൺ ആസ്, അതിന്റെ കറക്റ്റ് ആൻസർ സ്കീമ. ആൻസർ ഈസ് സ്കീമ. So the next question, in a relational schema, each tuple divided into fields called. ഇതിന്റെ നമ്മളിപ്പോ കഴിഞ്ഞ സ്ലൈഡിൽ തന്നെ ഞാൻ പറഞ്ഞ കുറച്ച് ടേമുമായിട്ട് റിലേറ്റ് ചെയ്താണ്, പക്ഷെ ഇതിന്റെ എല്ലാം ഒരു വേറൊരു വേർഡ് ആണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ ട്യൂപ്പിൾ? ആർക്കെങ്കിലും പറയാമോ ട്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താന്ന്? ഇപ്പൊ നമ്മൾ മുമ്പേ കഴിഞ്ഞ റെപ്രസെന്റേഷനിൽ പറഞ്ഞു റെക്കോർഡ് എന്ന് പറഞ്ഞാൽ റോ ഓഫ് ഡേറ്റ. ആ റോ ഓഫ് ഡേറ്റയുടെ തന്നെ വേറൊരു പേരാണ് ട്യൂപ്പിൾ. അതേപോലെ ഞാൻ പറഞ്ഞു കോളം വൈസ് ഉണ്ട്, ഇതിന്റെ പേരാണ് ആട്രിബ്യൂട്ട്സ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു പേരും പറയാം ഫീൽഡ്സ്. അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ എ റിലേഷണൽ സ്കീമ ഈച്ച് ട്യൂപ്പിൾ, അതായത് ഓരോ റോ ഓഫ് ഡേറ്റയും ഡിവൈഡഡ് ഇൻടു ഫീൽഡ്സ്, അതായത് ഓരോ ഫീൽഡ് ആക്കിയാണ് നമ്മളിപ്പോ പറഞ്ഞു നമ്പർ അല്ലെങ്കിൽ നെയിം അല്ലെങ്കിൽ ഏജ്, അങ്ങനെ ഓരോ ഫീൽഡ്സ് ആക്കി ഡിവൈഡ് ചെയ്യുന്നു. ആണ് ഈച്ച് ട്യൂപ്പിൾ ഡിവൈഡഡ് ഇൻടു ഫീൽഡ്സ്. ഫീൽഡ്സിന്റെ വേറൊരു പേരാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മളൊന്ന് പറഞ്ഞു ആട്രിബ്യൂട്ട് എന്നാണ് വേറൊരു പേര് ഫീൽഡിന്റെ. അല്ലാതെ വേറൊരു പേരും കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതെന്ത് പേരാണെന്നാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇൻ എ റിലേഷണൽ സ്കീമ ഈച്ച് ട്യൂപ്പിൾ ഡിവൈഡഡ് ഇൻടു ഫീൽഡ്സ് കോൾഡ്, ഫസ്റ്റ് ഓപ്ഷൻ റിലേഷൻ, ഡൊമൈൻ, ക്വരീസ് ആൻഡ് നൺ ഓഫ് ദി അബോവ്. ഡൊമൈൻ ആണ്. അപ്പൊ ഓർത്തോണം, നമുക്ക് ഇതെല്ലാം പല പേരുകളിലാക്കി അറിയപ്പെടുന്നതാണ്. ആട്രിബ്യൂട്ട്, ഫീൽഡ്, അതേപോലെ തന്നെ അവിടെ കൊടുക്കാവുന്ന വേറൊരു പേരാണ് ഡൊമൈൻ. ഇനി എന്താണ് റിലേഷൻ? നമ്മൾ ആ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഈ ഓരോ ടേബിളിനും നമ്മുടെ ഡേറ്റാബേസിന്റെ കൺസെപ്റ്റിൽ പറയുന്ന പേരാണ് റിലേഷൻ. ഈ ടേബിളിന് പറയുന്ന പേരാണ് റിലേഷൻ. അതുപോലെ തന്നെ നമ്മുടെ ട്യൂപ്പിൾ അല്ലെങ്കിൽ റെക്കോർഡ് അല്ലെങ്കിൽ റോ ഓഫ് ഡേറ്റ എന്ന് പറയുന്നതെല്ലാം ഈ ഒരു ഒരേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ആട്രിബ്യൂട്ട്സ്, ഡൊമൈന്, ഫീൽഡ്സ്, ഇതും ഒരേ കാര്യത്തിനെയാണ് സൂചിപ്പിക്കുന്നത്.
റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വരയ്ക്കുന്ന ടേബിളിനെ നമ്മൾ ഡേറ്റാബേസിന്റെ കൺസെപ്റ്റിൽ പറയുന്ന പേരാണ് റിലേഷൻ. ഇനി ക്വറി, എന്താണ് ക്വറി? വാട്ട് യു മീൻ ബൈ ക്വറി? ക്വറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞു ടേബിളില് ഇത്ര ഡേറ്റയുണ്ട്, നെയിം ഉണ്ട്, റോൾ നമ്പർ ഉണ്ട്, ഏജ് ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ടേബിൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. അവിടെ സ്റ്റോർ ചെയ്താൽ മാത്രം പോരല്ലോ, നമുക്ക് വേണ്ട കാര്യങ്ങളെ ഈ ടേബിളിൽ നിന്നും എടുത്ത് പ്രോസസ് ചെയ്ത് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ആക്കി നമുക്ക് കിട്ടണം. ഫോർ എക്സാമ്പിൾ ഞാൻ ചോദിക്കുകയാണ്, റോൾ അല്ലെങ്കിൽ ഏജ് 20 എബോ ആയിട്ടുള്ള ആൾക്കാര് ആരൊക്കെ? അപ്പൊ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഈ സിസ്റ്റത്തിലെ അല്ലെങ്കിൽ ഈ ഡേറ്റാബേസിലേക്ക് ഞാൻ ഒരു ക്വറി കൊടുക്കും. എന്റെ ക്വസ്റ്റ്യൻ എന്താണോ അത് ഞാൻ ഡേറ്റാബേസിലേക്ക് കൊടുക്കുകയാണ്. അതായത് ക്വറി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് കാര്യമാണോ ഡേറ്റാബേസിൽ നിന്നും വേണ്ടത്, ആ ക്വസ്റ്റ്യനെ പറയുന്ന പേര് അല്ലെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെ നമ്മൾ ഡേറ്റാബേസിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ആ റിക്വസ്റ്റിന് പറയുന്ന പേരാണ് ക്വറീസ്. അപ്പം നമ്മുടെ ഈ 3 ഓപ്ഷനിൽ നിന്നും the best option is relation. So answer will be relation. Next question. Which of the following is generally used for performing tasks like creating the structure of the relation, deleting relation, etc.? DML, that means data manipulation language, query language, relational schema, DDL, അല്ലെങ്കിൽ data definition language. DDL. Okay, ഇവിടെ നമ്മൾ പറഞ്ഞു ചോദിച്ചിരിക്കുന്നത് എന്താണ്? Which of the following is generally used for performing tasks like creating the structure of the relation? സ്ട്രക്ചറിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഡേറ്റാബേസിന്റെ സ്ട്രക്ചറിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റാബേസിന്റെ മെയിൻ ഡിസൈനെ അല്ലെങ്കിൽ സ്കീമ നമ്മൾ പറയും. മെയിൻ ഡിസൈൻ അല്ലെങ്കിൽ സ്കീമ, അതിനെയാണ് നമ്മൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ക്രിയേറ്റിംഗ് ദ സ്ട്രക്ചർ ഓഫ് ദ റിലേഷൻ അല്ലെങ്കിൽ ഡിലീറ്റിംഗ് ദ റിലേഷൻ. അപ്പം ഇതിൽ എന്ത് ടാസ്ക് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്? DML, ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. എന്താണ് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്? അത് നമുക്കറിയാം, ഡേറ്റാബേസ് പഠിക്കുമ്പോൾ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജസ് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, സെക്കൻഡ് വൺ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, പിന്നെ വേറെ TCL. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാംഗ്വേജ് ഉണ്ട്. അപ്പൊ എന്താണ് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജും ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജും തമ്മിൽ എന്താണ് വ്യത്യാസം? ഡേറ്റ മാനിപ്പുലേഷൻ അപ്ഡേറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ, അതായത് ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യുക. അതായത് നമ്മൾ കൊടുക്കുന്ന ഡേറ്റ, ABC എന്ന് പറഞ്ഞ് നമ്മൾ ഡേറ്റ കൊടുക്കുകയാണെങ്കിൽ ഈ ഡേറ്റയ്ക്ക് നമ്മൾ കൊടുക്കുന്ന യൂസർ ഇൻപുട്ട് ചെയ്യുന്ന ഡേറ്റയ്ക്ക് എന്തെങ്കിലും മാനിപ്പുലേഷൻ, എന്തെങ്കിലും ചേഞ്ച് വേണം എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. സം ഓഫ് ദി എക്സാമ്പിൾസ് ഫോർ ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് പറയാമോ? ഇൻസേർട്ട്, അപ്ഡേറ്റ് ഇല്ല, ഇതെല്ലാം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ യൂസർ കൊടുക്കുന്ന ഡേറ്റയ്ക്ക് ചേഞ്ചസ് കൊടുക്കുന്ന ലാംഗ്വേജസ് ആണ്. അതേസമയം ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈ ഡേറ്റയുടെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഡേറ്റാബേസിന്റെ സ്ട്രക്ചറിന് എന്തെങ്കിലും ചെയ്യാൻ നമ്മളല്ല, സാധാരണ യൂസർ അല്ലെങ്കിൽ അതിന്റെ പ്രോഗ്രാമർ അല്ല ഇതിന്റെ ഡെഫിനിഷന്റെ സ്ട്രക്ചറും കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അതിന് അതിൻ്റെതായ സ്പെസിഫിക് പ്രോഗ്രാമേഴ്സ് ആണ്. അപ്പൊ ഈ ഡേറ്റാബേസിന്റെ സ്ട്രക്ചറിനോ കാര്യങ്ങൾക്കോ എല്ലാം എന്തെങ്കിലും ചേഞ്ചസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡേറ്റ ഡെഫിനിഷൻ, ഡേറ്റയുടെ ഡെഫിനിഷനെയാണ് ചെയ്യുന്നത്. അതിന് ഫോർ എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത് ഒരു പുതിയൊരു ഡേറ്റാബേസ് അതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ അതിന്റെ ആ സ്കീമയ്ക്കാണ് അതിന്റെ ചേഞ്ച്, അതിന്റെ ഡിസൈൻ ആണ് ചേഞ്ച് വരിക, ഇല്ലേ? അപ്പൊ അതിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിന്റെ ഡിസൈൻ അല്ലെങ്കിൽ അതിന്റെ സ്കീമയ്ക്ക് വരുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഡേറ്റാബേസിൽ പുതിയൊരു ഫീൽഡ് കൂടെ ആഡ് ചെയ്യുന്നു, അതിന് നമ്മൾ ഓൾട്ടർ കമാൻഡ് കൊടുക്കുന്നു. അപ്പൊ ഇതെല്ലാം ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. ഇനി അതേപോലെ തന്നെ TCL ഉണ്ട്. TCL എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ്. അതായത് നമ്മുടെ ഡേറ്റാബേസിൽ എന്തെങ്കിലും ആഡ് ചെയ്യോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ എന്തെങ്കിലും ബാങ്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ കൺട്രോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പൊ TCL എക്സാമ്പിൾസ് പറയാമോ? ഗ്രാൻഡും റിവോക്കും. TCL കമ്മിറ്റ് അല്ലേ? കമ്മിറ്റ് ആൻഡ് റോൾ ബാക്ക് അല്ലേ?
കമ്മിറ്റ് ആൻഡ് റോൾ ബാക്ക്. DCL ആണ് നമ്മൾ ഗ്രാൻഡ് ആൻഡ് റിവോക്ക് ചെയ്യുന്നത്. നമ്മൾ ട്രാൻസാക്ഷൻ നമ്മൾ കമ്മിറ്റ് ആക്കും അല്ലെങ്കിൽ റോൾ ബാക്ക് ചെയ്യും. കമ്മിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പെർമനന്റ് ആക്കി സേവ് ചെയ്യും. റോൾ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് എന്തെങ്കിലും ടെമ്പററി ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സേവ് ചെയ്തതിലോട്ട് നമ്മൾ ബാക്ക് അടിക്കുന്നതിനെയാണ് റോൾ ബാക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ലാംഗ്വേജിൽ എന്താണ് നമ്മുടെ ആൻസർ നോക്കാം. ക്രിയേറ്റിംഗ് ദ സ്ട്രക്ചർ ഓഫ് ദ റിലേഷൻ, ഡിലീറ്റിംഗ് റിലേഷൻ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ട്രക്ചറിനെ ബാധിക്കുന്നതാണ്. സ്ട്രക്ചറിനെ ബാധിക്കുക എന്ന് പറയുമ്പോൾ ദാറ്റ് റിലേറ്റ്സ് ടു DDL. ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ DML, ക്വറി എന്താന്ന് നമ്മൾ പറഞ്ഞു, സ്കീമ എന്താണെന്ന് പറഞ്ഞു, DDL എന്താന്ന് പറഞ്ഞു. ഇതിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡേറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് ആണ്. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. DDL stands for data definition language used to perform all other essential tasks such as deleting relation and the related schemas in defining the structure of the relation. Question number 4. Which of the following provides the ability to query information from the database and insert tuples into, delete tuples from, and modify tuples in the database? Which of the following provides the ability to query the information from the database and insert tuples into, delete tuples from, and modify tuples? ഇവിടെല്ലാം നമ്മൾ എന്താണ് റോ ഓഫ് ഡേറ്റയെ മോഡിഫൈ ചെയ്യുന്ന കാര്യമാണ്. ഇൻസേർട്ട് ചെയ്യുന്നു, ഡിലീറ്റ് ട്യൂപ്പിൾസ് ചെയ്യുന്നു, മോഡിഫൈ ട്യൂപ്പിൾസ് ചെയ്യുന്നു. ഇതെല്ലാം ഡേറ്റയെ മോഡിഫൈ ചെയ്യുന്ന, ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ എന്തായിരിക്കും നമ്മുടെ ആൻസർ? DML. ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് അല്ലെങ്കിൽ DML ആണ്. സോ ഇവിടെ എല്ലാം നമ്മൾ ഡേറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. സോ ആൻസർ വിൽ ബി ഡേറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. The DML stands for the data manipulation language used to perform the required changes in the relations parts. Next question. What do you mean by one-to-many relationships? നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് പോസിബിൾ അറിയാം. 1 to many ഉണ്ട്, many to 1 ഉണ്ട്, many to many ഉണ്ട്, അല്ലെങ്കിൽ 1 to 1 ഉണ്ട്. ഇതിൽ ചോദിച്ചിരിക്കുന്ന 1 to many റിലേഷൻഷിപ്പിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്താണ്? One teacher can have many classes. Yes, the right answer is one teacher can have many classes. നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം. One teacher can have many classes. Then answer is option B. Next question is, what the term FAT is stands for? What is FAT? File allocation table. Option B. File allocation tree, file allocation table, file allocation graph, and all of the above. File allocation table is the right answer. Okay. File allocation table എന്ന് പറഞ്ഞാല് നമുക്ക് file allocation table can be described as a file structure in which all the information about the files, where they are stored and where all these files need to be stored or in which directory, all that information generally stored in the file structure. അതായത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡേറ്റാബേസ്, ഇപ്പൊ ഡേറ്റാബേസിലാണെങ്കിൽ പോലും നമുക്ക് ഓരോ ഡേറ്റയും എവിടെയൊക്കെ ഇരിക്കുന്നു, എന്നൊക്കെ ഇരിക്കുന്നു എന്നൊക്കെയുള്ള എളുപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഏറ്റവും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ ഫയൽ അലോക്കേഷൻ ടേബിൾ നമ്മളിവിടെ കീപ്പ് ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ OSലൊക്കെയാണ് നമ്മൾ ഹാർഡ് ഡിസ്ക് ഡ്രൈവിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കാണ് അത് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഈ എന്താണ് ഓരോ ഹാർഡ് ഡിസ്കിന്റെയും എവിടൊക്കെയാണ്, ഏത് സെക്ടറിലാണ്, ഏത് ബ്ലോക്കിലാണ് എന്നൊക്കെയുള്ള ഓരോ ഡേറ്റയുടെ ഇൻഫർമേഷൻ നമ്മൾ ഫയൽ അലോക്കേഷൻ ടേബിളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിലും ഇതേപോലെ ഒരു ഫയൽ അലോക്കേഷൻ ടേബിൾ ഉണ്ട്. ആ ടേബിൾ വെച്ചിട്ടാണ് ഈസി ആയിട്ട് ഏത് ഡേറ്റ എവിടേക്ക് എന്നൊക്കെയുള്ള കാര്യം പെട്ടെന്ന് റിട്രീവ് ചെയ്യുന്നത്. മെറ്റാ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതാണ് ഫയൽ അലോക്കേഷൻ ടേബിൾ. So, FAT stands for file allocation table. Then, next question. To which of the following the term DBA referred? Database administrator. DBA stands for Option B. database administrator. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഡേറ്റാബേസിന്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എടുക്കുന്നതും എല്ലാം ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. നെക്സ്റ്റ് ഈസ്, in generally
A file is basically a collection of related file എന്ന് പറഞ്ഞാൽ it's basically a collection of related rows and columns, fields, database, records. Records. എന്താണ് ആൻസർ? Option D. Option is D. D is the right answer. നമ്മൾ പറഞ്ഞ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോറി, റെക്കോർഡ് എന്ന് പറഞ്ഞാൽ റോ വൈസ് ഡേറ്റയാണ്. അതിനെല്ലാം കൂടെ ഗ്രൂപ്പ് ഓഫ് ഇത്ര ഡേറ്റയെ നമ്മൾ കമ്പൈൻ ചെയ്ത് പറയുന്നതാണ് ഫയൽ എന്ന് പറയുന്നത്. Whenever we have some related data, information or records, we collect all these related data, put them together, store them in one place and give a collection name called as a file. The group of record എന്ന് പറയുന്ന പേരാണ് file.